എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറെ നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓട്ടോറിക്ഷ എടുത്ത അന്ന് മുതൽ ഫുള്ള് തിരക്കാണ്. ദാസനഗരം രാവിലെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ഓരോ ഓട്ടങ്ങൾ ഇങ്ങനെ വിളിച്ച് വൈകുന്നേരം രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടവപ്പള്ളിയിലെ ജൂബിലി വർഷ ആഘോഷത്തിന്റെ പരിപാടിക്കായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. അതായത് രാത്രിയാണ്. അതായത് ഒരു 7 ദിവസത്തോളമായി കുർബാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പോൾ അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പള്ളിയിൽ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഇതിനിടയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇപ്പം നമ്മൾ അമ്മച്ചി അകത്തിരുന്നിട്ട് യൂട്യൂബിൽ കാണുകയാണ്. നമ്മുടെ യൂബിലിൻ്റെ ലൈവ് ഉണ്ട് മലനാട് ചാനലിൽ. അപ്പോൾ അത് അമ്മച്ചി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ജൂബിലി വർഷം, അതായത് അവിടുത്തെ ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂബിലി വർഷ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മേളനം കഴിഞ്ഞ് പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ പള്ളിയും കാര്യങ്ങളൊക്കെ ജൂബിലി വർഷം, അതായത് 75 കൊല്ലമായി ഞങ്ങളുടെ പള്ളി പണിതിട്ട്. ആ 75ാമത്തെ കൊല്ലം കേട്ടോ. പള്ളികൾ വാർഡുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാർഡിലൊരു പ്രസിഡൻ്റ് ആവാനുള്ള ഒരു ചാൻസും കൂടെ ഈ കൊല്ലം കിട്ടിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തിരക്കായിരുന്നു. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ജൂബിലി വർഷം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഓട്ടോറിക്ഷയോടിലും എല്ലാം കൂടെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്നും ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചക്കരയുണ്ട്, കുടുവുണ്ട്, പിന്നെ ശില്പ പിള്ളേരൊക്കെ ആയിട്ട് അമ്മച്ചിക്ക് കുറച്ച് സുഖമില്ലാണ്ടൊക്കെ ആയി. അപ്പോൾ അമ്മച്ചി വീട്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കരയും കുടുവും ശില്പ എല്ലാവരുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. നേരെ നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോയി അവിടെ എത്തിയിട്ട് പള്ളീൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് വരാം. പോകാനുള്ള വണ്ടി നമ്മുടെ ഓട്ടോറിക്ഷയുടെ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനം പഴയ നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ ഇറങ്ങിയ വീഡിയോയിൽ ഇതേപോലെ കമ്മിങ് സൂൺ ഞങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക്. അപ്പോൾ ഇങ്ങനെ പകൽ നമുക്ക് ഇത് ഓട്ടോറിക്ഷയിൽ വരുത്തിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പകൽ കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞൂസ് കയറി. അപ്പോൾ ഇവിടെ വെളിച്ചക്കുറവായതുകൊണ്ട് നമ്മളിപ്പം ഇവിടെ നിന്ന് പോവാട്ടോ. നമ്മുടെ പേരൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടീൻ്റെ. നമ്മുടെ കാർ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പം പേരൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടീൻ്റെ. അപ്പോൾ നമ്മൾ കയറാൻ പോകാം കേട്ടോ. പള്ളിയിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി ശേഷം കാണാം. അപ്പോൾ ഗൈസ് ഇവിടെ വണ്ടി വെച്ചു. നമ്മളിപ്പോൾ മുമ്പോട്ട് നടക്കാൻ കേട്ടോ. ഒരുത്തന് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഐസ്ക്രീം തുടങ്ങി കേട്ടോ. നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ഐശ്വര്യവും ഒക്കെ കുട്ടികൾക്കായാലും മാതാപിതാക്കന്മാർക്കായാലും തയ്യാറാക്കിയ പ്രോഗ്രാമുകൾ കൃത്യമായി എഴുതി വെച്ചത് കാണാം. ഞങ്ങളുടെ പള്ളിയിലെ മറ്റൊരു പ്രത്യേകത കേട്ടോ, ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പുണ്ട് ഇവിടെ. പ്രവർത്തിക്കാനായിട്ട് ഈ ചെറുകാട് ഇടവകയിൽ സാധിച്ചിട്ടുണ്ട്. ആരംഭത്തിലുണ്ടായിരുന്ന കൈക്കാരന്മാരായ അനീഷ് ചെറുകാട്ട്, സണ്ണി, അതായത് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ രീതിക്കാണ്. നമുക്ക് പാർസലൊക്കെ മേടിച്ചോണ്ട് പോകാൻ പറ്റില്ലേ, ആ രീതിക്കാട്ടോ. അപ്പം ഒരുപാട് പാർസൽ മേടിച്ചോണ്ട് പോയുണ്ട്. ഭക്ഷണം കിട്ടിയോ? എന്താ
അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക പെരുന്നാളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊക്കെ തിരിച്ചു വരാം കേട്ടോ. സ്റ്റേജിൽ നല്ല അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് എന്താ പറയുക കാണിക്കാത്ത അല്ലേ, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാട്ടോ കാണിക്കാത്ത. അപ്പോൾ ഇതാ കുഞ്ഞ് ഇത് ആ പരിസരത്തോടെ പോയി കഴിഞ്ഞാൽ അവന് ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടിയുള്ള പൈസ തീർക്കും. അതുകൊണ്ട് അമ്മ അതിലെ മുങ്ങി നടക്കാണ്. ഇതാ ഒരുത്തൻ കുപ്പിവെള്ളം. ഇവിടെ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ. അപ്പം നാളെ ഇതീ കാണുന്ന ഗ്രോട്ടോ കേട്ടോ. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പള്ളീൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട യൂട്യൂബർ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അങ്ങനെ തിരിയത്തില്ല. ഇങ്ങനെ ഒരു മനുഷ്യനോട് ഉണ്ട്, രഞ്ജിത്ത് എന്നാണ് പേര്. നമസ്കാരം. ഇതാണ് പള്ളിയിലെ സെറ്റപ്പ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് പോലെ വണ്ടി ഉണ്ടാവും. അപ്പോൾ രഞ്ജിത്തേട്ടനെ കണ്ട്. ഡോം ട്രക്കോ? ഓ ഡ്രോം ട്രക്ക് വേൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച. എൻ്റെ തൊണ്ടയിൽ സൗണ്ടൊക്കെ, അതായത് 2 ഐസ്ക്രീം തിന്നോടെ എൻ്റെ തൊണ്ടയിൽ സൗണ്ടൊക്കെ അടഞ്ഞു. നമ്മുടെ മാതാവ് കേട്ടോ ഗ്രോട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചാണ് സെറ്റപ്പ്. ഇതാണ് നമ്മുടെ വീഡിയോ. ഇന്ന് ചെറിയ ചെറിയ പരിപാടികളായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം ഒരു ഇൻട്രോ പറഞ്ഞ് ഇൻട്രോയിൽ തന്നെ ഒരു ഔട്ട്രോ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്ന് കരുതണ്ട. ഇനി നമ്മുടെ പുതിയ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതാണ്. ബൈ 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 എല്ലാവർക്കും ബൈ ബൈ.